സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സ്റ്റാർട്ട് ചെയ്യൂ. എല്ലാരും വന്നിട്ടില്ലേ? സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സ്റ്റാർട്ട് ചെയ്യായിരുന്നില്ലേ? പിന്നെ അല്ലെങ്കിൽ താമസിക്കും. മിസ് വന്നില്ലല്ലോ. അല്ല, മിസ് പറഞ്ഞായിരുന്നല്ലോ മിസ് വരുമ്പോ താമസിച്ചാലും തുടങ്ങാം. വെയിറ്റ് ചെയ്യണ്ട, തുടങ്ങിക്കോളൂ. കോർഡിനേറ്റർ ആരാ? ഹലോ, എൻ്റെ പേര് സെറീന സക്കീർ. ഞാൻ ചന്ദ്രാപിന്നി ആണ് എൻ്റെ സ്ഥലം. എനിക്ക് 2 മക്കളുണ്ട്. ഒരാള് 6ൽ പഠിക്കുന്നു, ഒരാള് 2 വയസ്സായിട്ടുള്ളൂ. ഇന്ന് ഞാൻ കോർഡിനേറ്റർ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും നിറഞ്ഞ ഈ ലോകത്ത് ദൈവം നമുക്ക് ഒരു പൊൻപുലരി കൂടി തുറന്നിരിക്കുന്നു. നന്മയോടെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പ്രയറിന് വേണ്ടി രേവതിയെ ക്ഷണിക്കുന്നു. രേവതി. എന്റെ പേര് രേവതി. ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ വരുന്നത്. പ്രയർ വേണം. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചേ നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീണാദമിന്നും മുഴങ്ങാൻ. വിജ്ഞാനദീപം നിറകതിർത്തൂകാൻ ഇന്നും കടാക്ഷം ചൊരിയണേ ദേവാ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം നീറുന്ന കരളിന്റെ കൈക്കുമ്പിളിൽ നീ ചൊരിയുക നാദ നിൻ സ്നേഹധാര. ചൊരിയുക നാദ നിൻ സ്നേഹധാര. നേരിന്റെ പാത തുറക്കണേ ദേവാ. താങ്ക് യു. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഡിലേ ആവശ്യമില്ല. യു ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ രേവതി, നൈസ് പ്രയർ ആൻഡ് സെറീന പ്ലീസ്. സോറി ഫോർ ഇന്റർവീനിങ്. ഓക്കെ, സൈനിങ് ചെയ്യുന്നതിനായി മെറിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മിരിയ.
ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന ജിഷ മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. തോട്ട് ഓഫ് ദ ഡേ പറയുന്നതിനായി ശിവരഞ്ജിനിയെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് ശിവരഞ്ജിനി. ഞാൻ കാരിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ തോട്ട് ഓഫ് ഡേ ആണ് പറയാൻ പോകുന്നത്. വിജയം ആസ്വാദകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. APJ അബ്ദുൽ കലാം. താങ്ക് യു. ഓക്കെ, ദിസ് ഈസ് യുവർ ക്ലാസ്, യുവർ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഒന്നും ഡിലേ വിചാരിക്കണ്ട കേട്ടോ. എനിവേ, വെരി വെൽ ഡൺ ഫോർ ഓൾ ഓഫ് ദോസ്. ആൻഡ് കോർഡിനേറ്റേഴ്സ് ഈ ആഴ്ചത്തേക്കല്ലേ നിങ്ങൾ രണ്ടുപേരും? രേവതി ആൻഡ് സെറീന, റൈറ്റ്? നോട്ട് രേവതി, സെറീന ആൻഡ് ആരായിരുന്നു? ആരൊക്കെയായിരുന്നു കോർഡിനേറ്റേഴ്സ്? സെറീന മാത്രമേ ഉള്ളൂ? ഓക്കെ, രണ്ടുപേരാവാം. കാരണം ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മറ്റേയാൾക്ക് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ക്ലാസ് റൂമിൽ കണ്ടിട്ടുള്ള ലീഡറെ പോലെയല്ല. ആ ലീഡർ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? പണ്ടത്തെ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലെ ലീഡർ കുറെ പേർക്ക് ഇഷ്ടമുണ്ടാവില്ല, കുറെ പേർക്ക് ഇഷ്ടമുണ്ടാവും. അങ്ങനെ പേരെഴുതി വെക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ സ്കൂൾ കാലഘട്ടങ്ങളില്. അവിടെ എന്താ, വളരെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ഒന്നും പേരെഴുതില്ല. ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരെഴുതി വെക്കും. അങ്ങനത്തെ പരിപാടിയാണല്ലോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. കോർഡിനേറ്റേഴ്സ് മീൻസ് ആ ഒരു വീക്ക് അവരാണ് കോർഡിനേറ്റേഴ്സ്. അവരോട് നമ്മൾക്ക് പോയി പറയണം, എനിക്ക് പ്രെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. അല്ലാതെ അവര് ചൂസ് ചെയ്യല്ല, പിക്ക് ചെയ്യല്ല. യു ഹാവ് ടു ഡു എന്ന് പറയല്ല. അവരുടെ അടുത്ത് നമ്മൾ വന്ന് പറയണം, എനിക്ക് പ്രെയർ ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ ദിവസം എനിക്ക് സൈൻ ഇൻ ചെയ്യണം, എനിക്ക് തോട്ട് ഫോർ ദ ഡേ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അസൈൻ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻസും കോൺഫ്ലിക്റ്റും അല്ല വരേണ്ടത് ഗ്രൂപ്പില്. നമുക്ക് ഡിസ്കഷൻ, ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ്. അത് പിന്നെ ഒരു കോൺഫ്ലിക്റ്റിലേക്കോ ഒന്നും പോകരുത്. ഓക്കെ ഫൈൻ. നമ്മൾ എവിടെ വരെയായിരുന്നു? സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ് അല്ലേ നമ്മളുടെ പാർട്ട് 1 സെക്കൻഡ് യൂണിറ്റ്. പാർട്ട് 1 8 യൂണിറ്റ്സും നിങ്ങളുടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പറയാൻ കാരണം ഫൈനൽ എക്സാമിന്റെ ആദ്യത്തെ പേപ്പർ ഈ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആയിരിക്കും. നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ ആദ്യത്തെ പേപ്പർ 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. അപ്പൊ ടോട്ടൽ മാർക്സ് എത്രയായി? 100 അല്ലെ? അങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ പാർട്ട് 1 അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ് ആണ്. അതില് സെക്കൻഡ് യൂണിറ്റ് ആണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത്. ബാക്കി ടീച്ചേഴ്സ് ഓരോരോ യൂണിറ്റ്സ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും അല്ലെ? സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഡെഫിനറ്റ്ലി നമ്മള് പ്രത്യേകിച്ചും വീട്ടിലെ അമ്മമാര് അല്ലെങ്കിൽ പൊതുവെ മീൻസ് ആ വീട്ടില് മെയിൻ കിച്ചണിൽ തന്നെ ജോലി എടുക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരുപക്ഷെ നമ്മളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മദർ ഇൻ ലോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കാം ആ വീട്ടിലെ ആ അടുക്കളയുടെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ ഹെൽത്തിന് നമ്മൾ ഭയങ്കര പ്രാധാന്യം കൊടുത്ത് നമ്മളെല്ലാം ചെയ്യും. പക്ഷെ ഫൈനലി വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യം നോക്കാൻ വിട്ടുപോകും. ഒരു സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ നമ്മുടെ കാര്യം നോക്കാനായിട്ട് വിട്ടുപോകും. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്താണ് അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യില്ല. അവസാനം ഒരു വേസ്റ്റ് ബിൻ എങ്ങനെയാണോ ഫുഡൊക്കെ തട്ടുന്ന ഒരു വേസ്റ്റ് ബിൻ പോലെ അതും നമ്മളായി തീരും. ബാക്കി വരുന്നത് മുഴുവനും അങ്ങനെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കെട്ടി. അപ്പൊ ഈ നമ്മളുടെ ലൈഫിലേക്ക് ഹെൽത്ത് എങ്ങനെ അല്ലെങ്കിൽ ഹൈജീൻ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആദ്യം നോക്കണം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. എനിക്ക് വെജിറ്റേറിയൻ ഫുഡിലെ വെറൈറ്റീസ് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മുടെ 11th ബാച്ചിൽ ഒരു യൂട്യൂബ് ബ്ലോഗർ ഉണ്ട്. യൂട്യൂബിലെ കുക്കിംഗ് ചാനലൊക്കെ കാണുന്നവർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. അതൊരു വെജിറ്റേറിയൻ ചാനലാണ്. ശ്രീസ് വെജ് മെനു എന്നും പറഞ്ഞിട്ടാണ്. ശ്രീലക്ഷ്മി എന്നാണ് യൂട്യൂബറുടെ പേര്. നമ്മുടെ 11th ബാച്ചിലുണ്ട് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ വെജ് മെനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ രീതിയിലുള്ളതാ. അപ്പോ എപ്പോഴെങ്കിലും ഒരു നമുക്ക് വേണ്ടിയിട്ടൊരു സമയം വരുമ്പോൾ ഞാൻ അത് വൺസ് ഇൻ എ വീക്ക് മിക്കവാറും കിട്ടാറുണ്ട്. ആ സമയത്ത് ശ്രീയുടെ ഏതെങ്കിലും ഒരു റെസിപ്പി എടുത്ത് കുക്ക് ചെയ്ത്, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. അതുപോലത്തെ ഒരു വെറൈറ്റി അവർക്കൊന്നും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. ചിലതൊക്കെ ഇഷ്ടാവുമായിരിക്കും, പക്ഷെ ചിലതൊന്നും അവരാരും തൊടാറില്ല വീട്ടില്.
അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി, അല്പമാണെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് കഴിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്കും സ്വയം ചെയ്യാം. എനിക്ക് എന്താണ് ഇഷ്ടം, ഞാൻ കണ്ടിട്ടുള്ള പല അമ്മമാര് അല്ലെങ്കിൽ ഭാര്യമാരൊക്കെ ചെയ്യുന്ന പരിപാടി, ഹസ്ബൻഡിന് എന്താണോ ഇഷ്ടമല്ലാത്ത അത് ഇവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, അവരത് കഴിക്കില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ചിലരുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് വെച്ചു കൊടുത്തോളൂ, നമുക്ക് ഇഷ്ടമുള്ളത് ഇടയ്ക്കെങ്കിലും നമുക്ക് വെച്ച് കഴിക്കാലോ. സോ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ സെൽഫ് കെയർ തന്നെയാണ്. നമ്മളുടെ ഹെൽത്ത് ശരിയായാൽ മാത്രമാണ് മറ്റുള്ളവരെ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ ഓക്സിജൻ മാസ്ക് വെക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക്, നമ്മുടെ കൂടെ ഇപ്പൊ ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ പ്രായ ഒരാളുണ്ട്, അവർക്കല്ല ആദ്യം വെക്കേണ്ടതെന്ന് പറയും, നമ്മൾക്ക് ആദ്യം വെക്കണം. അപ്പോഴല്ലേ നമ്മൾ സ്റ്റേബിൾ ആവുള്ളൂ. എന്നിട്ട് അവർക്ക് വെച്ചു കൊടുക്കണം. അതായത് അവർക്ക് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ കൊളാപ്സ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്കും വെക്കാൻ പറ്റില്ല, നമുക്കും വെക്കാൻ പറ്റില്ല. സെയിം പ്രിൻസിപ്പിൾ തന്നെ. സോ നമ്മുടെ ആരോഗ്യം ആദ്യം, എന്നിട്ട് മറ്റുള്ളവർക്ക്. അത് സെൽഫിഷ് അല്ല, സെൽഫ് കെയർ ആണ്. കാരണം എന്നാലേ അവരെയൊക്കെ നോക്കാൻ പിന്നീട് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഉണ്ടാവുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, സോ ബാക്ക് ടു അവർ യൂണിറ്റ്. ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാം. ഞാൻ ഷെയർ ചെയ്യണമെന്നുണ്ടോ? PDF കണ്ടാലേ വായിക്കാൻ പറ്റുമോ? കയ്യിലെ ടെക്സ്റ്റ് ഉള്ളവരൊന്ന് വായിക്കാമോ? പാർട്ട് 1 യൂണിറ്റ് 2 അല്ലേ? എല്ലാവർക്കും ടെസ്റ്റ് കിട്ടിയിട്ടില്ല മാം. ഇല്ല അല്ലേ? ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ആ ടൈം എടുക്കുന്നതിനുള്ളിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാന്ന് വെച്ചിട്ടായിരുന്നു. ഓക്കെ, 1 സെക്കൻഡ്. യെസ്, കിട്ടി. ഓക്കെ, എവിടെയാണ് നമ്മൾ തുടങ്ങണ്ടേ? സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ്. ഏതൊരു എഡ്യൂക്കേഷനും അവയർനെസ് ആണല്ലേ, അറിവ്, നോളജ് പകർന്നു തരുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ നമ്മൾക്ക് കിട്ടുന്ന നോളജിനെ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി, ഇൻഫർമേഷനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി നമ്മളൊരു നോളജ്, അറിവായിട്ട് നമ്മൾ കിട്ടുന്ന വിവരങ്ങളെ ഒരു അറിവായിട്ട് വെക്കും അല്ലെ. ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. സെയിം തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്തിനെയും ഹൈജീനിനെയും കുറിച്ചുള്ള അവയർനെസ് ആണ്. ഈ അവയർനെസ് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും നമ്മൾ അത് മാക്സിമം നമ്മളുടെ ലൈഫിലും നമ്മളുടെ ചുറ്റുപാടും എല്ലാം അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആകുന്നത്. നമ്മൾ അറിയുന്നതല്ല, നമ്മൾ ആ അറിവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ശരിക്കും ഏതൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വാട്ട് വി നോസ് എന്നുള്ളതല്ല, നമ്മൾ എന്തറിയുന്നു എന്നുള്ളതല്ല, വാട്ട് വി ഡു, നമ്മൾ എന്ത് ചെയ്യുന്നു അതുമായിട്ട് അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏതൊരു എഡ്യൂക്കേഷൻ. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് കിട്ടുന്നു. ആരെങ്കിലും ആഗ്രഹിക്കുമോ കുറെ വർഷങ്ങൾ ഇങ്ങനെ രോഗം പിടിച്ച് കഷ്ടപ്പെട്ട് ചിലപ്പോൾ ബെഡ് റിഡൺ ഒരാളുടെ സപ്പോർട്ടോടുകൂടി ജീവിക്കേണ്ടി വരിക, അങ്ങനെ കുറെ വർഷം ക്വാണ്ടിറ്റി, ലൈഫിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതാണോ നമ്മൾ ഇഷ്ടപ്പെടുക? 100-110 വയസ്സ് വരെയും ജീവിച്ചു എന്നുള്ളതാണോ ലൈഫ്? കഷ്ടപ്പെട്ടായിരിക്കും അവസാന കാലഘട്ടങ്ങളിലെല്ലാം ജീവിക്കുന്നത്. അത്രയും വർഷം ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആണോ നല്ലത്, നല്ല ക്വാളിറ്റി ഉള്ള ലൈഫാണോ? ക്വാളിറ്റി ലൈഫ്. ക്വാളിറ്റി ലൈഫ്. അതെ, നമ്മള് ബിസി ലൈഫ്, ലക്ഷൂറിയസ് ലൈഫ്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, ഇതിനേക്കാളൊക്കെ എപ്പോഴും ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക, നമ്മളെ അസുഖങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അങ്ങനെയുള്ള വളരെ സമാധാനത്തോടു കൂടി കഴിഞ്ഞാൽ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വെൽനസ്, നമ്മളുടെ സുഖം, സന്തോഷം, സമാധാനം, ക്ഷേമം, അതെന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പരമായ നമ്മളുടെ ക്ഷേമം, അതാണ് വെൽനസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. Health education includes following subjects:
knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Bad habits like smoking, drinking, and taking drugs and their evil effect on health build, and mental damage caused to the individual as well as the society. Cause of various illness and means of their prevention. Mental health, domestic hygiene, community hygiene, sex hygiene, etc. The importance of first aid in necessity. The knowledge acquired by health education can be applied in the school life, personal, community life. So, scope of health education. നമുക്ക് കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചൊരു നോളജ് വേണം, അല്ലെ? കിളികളെയൊക്കെ കണ്ടിട്ടില്ലേ? കിളികളെയും അതുപോലെ തന്നെ മറ്റ് അനിമൽസ്, അവരിങ്ങനെ കാട്ടിലൂടെയൊക്കെ നടന്ന് പല പഴങ്ങളും കഴിക്കുന്നുണ്ടാവും. പശു അങ്ങനെയുള്ളതൊക്കെ ഇതുപോലെ പല ഇപ്പം മാൻ അങ്ങനെയൊക്കെ പറയുന്ന ജീവികളെല്ലാം പുല്ല് അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഫുഡ് ആയിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പൊ അവർക്ക് പോയ്സണസ് ആയിട്ടുള്ളത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് അവർക്കുണ്ടല്ലേ? അവർക്കറിയാം ഏതാണ് എഡിബിൾ, അതവർക്ക് നല്ലപോലെ അറിയാം. എനിക്ക് തോന്നുന്നു അതറിയാത്ത ഒരേ ഒരു ജീവി മനുഷ്യനാന്ന് തോന്നുന്നു. നമ്മുടെ ബോഡിയിലേക്ക് എന്തൊക്കെയാണോ കടത്തി വിടണേന്നുള്ളത് എന്നിട്ട് നമ്മൾ ആകെ അസ്വസ്ഥമായിട്ടിരിക്കും. ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇരിക്കാൻ വയ്യ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ആകെ അസ്വസ്ഥതയൊക്കെ നമുക്ക് വരും. എന്നാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, അല്ലെ? പ്രത്യേകിച്ചും ഭയങ്കര എരിവും പുളിയും സ്പൈസസ് വരുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്. ഓക്കെ, അപ്പൊ എന്ത് ഭക്ഷണം നമ്മുടെ ശരീരത്തിന് കഴിക്കണം, നമ്മുടെ പ്രോപ്പർ ഗ്രോത്ത് അതുപോലെ തന്നെ ഡെവലപ്മെന്റിന്, ഒരു ഹ്യൂമൻ ബോഡിയുടെ ഡെവലപ്മെന്റ്, അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, നോളജ്, അത് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടും. പിന്നെ ഫുഡ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് നല്ല ക്ലീൻ വാട്ടർ വേണം. ചിലരത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കും, ചിലർ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ കഴിക്കുന്നത്. പിന്നെ ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, റിക്രിയേഷൻ കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്, സ്ലീപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കോമയുണ്ട്. അപ്പൊ ശരിക്കും നല്ല ക്ലീൻ വാട്ടർ, ഫുഡ് മാത്രമല്ല, ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, പിന്നെ എന്തെങ്കിലും വിനോദം, റിക്രിയേഷൻ, അല്ലെ? ചിലപ്പോൾ മൂവി കാണുന്നതായിരിക്കാം, ചെറിയ ഔട്ടിങ് ആയിരിക്കാം, അങ്ങനെ റിക്രിയേഷൻ. ചിലപ്പോൾ എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ് ആയിരിക്കും, ചിലപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് ആയിരിക്കും, പാട്ട് കേൾക്കുന്നതായിരിക്കും, അങ്ങനെ. പിന്നെ ആവശ്യത്തിന് ഉറക്കം, സ്ലീപ്പ്, ഇതെല്ലാം നമുക്ക് വേണം. അതിന്റെ ഒരു അവയർനെസ് ഇത് ഉറപ്പാക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യം വേണ്ടുന്ന ബേസിക് നീഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ആളുകളിൽ പല രീതിയിലുള്ള ഹാബിറ്റ്സ് ഉണ്ടാകാറുണ്ട്. ചില ബാഡ് ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ തന്നെ ഡ്രഗ്സ് എടുക്കുന്നത്, ഇതിന്റെ എല്ലാം ഈവിൾ എഫക്റ്റ്, മോശമായ ഒരു എഫക്റ്റ് നമ്മുടെ ഹെൽത്തിലും സംഭവിക്കും, മെന്റലി ഡാമേജ് ആക്കും. ഇതെടുക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, അയാളുടെ വീട്ടിൽ അതിന്റെ ഒരു മനസ്സമാധാനക്കേടുണ്ടാവും. പിന്നെ ആ ഹോൾ സൊസൈറ്റിയിൽ, അയാൾ ജീവിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ ചിലരെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ചില ആളുകളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും സൊസൈറ്റിയിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അവരുടെ സെൻസ് ഇല്ലാതായി പല പ്രവർത്തികളും അവർ ചെയ്യും. തിരിച്ച് ബാക്ക് ടു സെൻസ് വരുമ്പോൾ അതിനെപ്പറ്റി അവർക്ക് തന്നെ ഗിൽട്ടി ഫീലിംഗ് ആവും. ചിലർ സൂയിസൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ പല കേസസും നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ പല അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഇതെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ്, അതിന്റെ അവയർനെസ്സിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എന്ത് പ്രിക്കോഷൻസ് എടുക്കാം, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെ? നമുക്ക് കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് കുറെ പേരൊക്കെ അഫക്റ്റഡ് ആയി. അപ്പൊ വരാതിരിക്കാൻ എന്തെല്ലാം പ്രിക്കോഷൻസ്, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പല മെത്തേഡ്സും നമ്മൾ വീടുകളിൽ, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രാജ്യം മുഴുവനും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത്,
ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മളുടെ വീടിനകത്തുള്ള ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, നമ്മുടെ സറൗണ്ടിങ്സിലെ ഹൈജീൻ, പിന്നെ സെക്സ് ഹൈജീൻ. ഈ ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫാണ് മാരേജ് എന്ന് പറയുന്നത്. അതിലും ഹൈജീൻ നമ്മൾ പുലർത്തണം. അതിനെ പറ്റിയുള്ള അവയർനെസ് കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുകയും വേണം. പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്, നെസസിറ്റി, ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് എടുത്തു തുടങ്ങിയോ ക്ലാസ്? ഇല്ല 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 മാം. എന്നാലും എല്ലാവർക്കും അറിയാം എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നല്ലേ. വീട്ടിലൊരു ഒന്ന് കൈ മുറിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചെറിയ പൊള്ളലേറ്റാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോ ചെറിയ രീതിയിലുള്ള കൈ മുറിയുമ്പോ ബിറ്റാഡിൻ ലോഷനോ ഓയിൽമെന്റോ ഒക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. തെർമോമീറ്റർ ഉണ്ടാകാം നമ്മളുടെ വീട്ടില്, കോട്ടൺ ഉണ്ടാകും, ഗോസ് ഉണ്ടാകും, ചെറിയ ബാൻഡേജുകൾ ഉണ്ടാകും, അങ്ങനെ പല സാധനങ്ങളും വീട്ടിലുണ്ടാകും. സിസേഴ്സ് ഉണ്ടാകും അല്ലെ. ഇതെല്ലാം ചിലപ്പോൾ നമ്മളൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാകും. ഓക്കെ, എനിവേ ഫസ്റ്റ് എയ്ഡിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ നിങ്ങളോട് പറയും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ. ബസ്സിൽ നമ്മൾക്ക് കാണാം FA എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ അതൊരു പ്രോപ്പർ മെഡിക്കേഷൻ അല്ല, നമ്മൾ ആ ഒരു സമയത്ത് അലേർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇനീഷ്യൽ പ്രൊസീജിയറാണ്, മെഡിക്കൽ പ്രൊസീജിയറാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യുകയും വേണം. അതിനു മുമ്പ് നമ്മൾ കൊടുക്കുന്നതാണ് ഫസ്റ്റ് എയ്ഡ്. ബ്ലഡ് ഭയങ്കരമായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു, അതിനെ അത് പെട്ടെന്ന് തന്നെ നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യുന്നു. അല്ലെങ്കിൽ പൊള്ളലേറ്റു അതെന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എനിവേ ഇപ്പൊ ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ പലയിടങ്ങളിലും ഇപ്പോ എന്താ ഇതിനുള്ള ക്ലാസ്സസ്, അവയർനെസ് ക്ലാസ്സസ് ഒരു മോക്ക് ഡ്രില്ല് പോലെ കൊടുക്കാറുണ്ട്. വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരാളെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഒരാളെ കുഴഞ്ഞു വീഴുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അയാൾക്ക് CPR എങ്ങനെ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല ക്ലാസ്സസും അവയർനെസ് ക്ലാസ്സസ് നമ്മുടെ ലോക്കൽ അതോറിറ്റീസ്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് ആളുകൾക്ക്, ഒരു സൊസൈറ്റിയിലുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ, സ്കൂളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ, അങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഡിഫൻസ്, എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, ഇപ്പൊ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, അങ്ങനത്തെ മോക്ക് ഡ്രിൽ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് പോലീസ് സൈഡിൽ നിന്ന് വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാറില്ലേ ഈ ഗ്യാസ് ലീക്ക് ചെയ്ത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എങ്ങനെ അത് ചെയ്യാം എന്ന് പറഞ്ഞ് ഫയർഫോഴ്സിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് പല അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പല രീതിയിലുള്ള അവയർനെസ്സും ഇതുപോലെ നമ്മൾക്ക് സ്കൂളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും നമ്മുടെ ഒരു സൊസൈറ്റിയിലാണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഇങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടിയ നോളജ് അത് സ്കൂൾ ലൈഫിലും പേഴ്സണൽ ലൈഫിലും കമ്മ്യൂണിറ്റി ലൈഫിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്ന് വരുന്ന കിട്ടുന്ന നോളജ് ഏത് ഏരിയയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ ഇൻഡിവിജ്വലി നമ്മളിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്, നമ്മളുടെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യും, നമ്മളുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ നൈബർഹുഡിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. സ്കൂളിലുള്ള കുട്ടികൾക്ക് അങ്ങനെയും കിട്ടും. അപ്പൊ എല്ലാ ഏരിയയിലും എല്ലാ തലങ്ങളിലും ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്ക് 2 പാരഗ്രാഫ്സ് താഴെയുണ്ട്, അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. കുറച്ചുണ്ട്, വായിക്കുമ്പോൾ ആദ്യത്തെ 2 പാരഗ്രാഫ്സ് വായിക്കും. ഇവിടെ വരെ ബുള്ളറ്റ് പോയിന്റ്സിന് മുമ്പ് വരെ യു ക്യാൻ റീഡ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണെങ്കിലും വേണം. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members.
Hence, health knowledge generated through school and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day. No, by observing, applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against disease are essential for the avoidance of sound. ഇത്രക്കാണോ? യെസ് മതി. അതെ, ഞാൻ ഇതിൽ നോക്കി വായിക്കണേ പെട്ടെന്ന് ഓ, മോണിറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ക്രീൻ, അതുകൊണ്ടാണ് വായിക്കാൻ പറ്റുന്നത് പെട്ടെന്ന്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. സൂം ചെയ്തിട്ട് വായിച്ചാൽ മതി, ചിലപ്പോ ചെറിയ അക്ഷരങ്ങളല്ലേ. ശരി, താങ്ക് യു. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ ആദ്യം സ്കോപ്പ് പറഞ്ഞു. നെക്സ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. എന്താ ഹാബിറ്റ്സും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ്? ശീലങ്ങൾ, ഹാബിറ്റ്സ്. ബിഹേവിയർ പെരുമാറുക, ബിഹേവിയർ. ഈ ശീലങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞു ശീലങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ പണ്ട് തുടങ്ങി കേട്ടിട്ടുള്ള ഒരു എന്താ പറയാ പഴഞ്ചൊല്ലാണ്, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് അല്ലെ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. യെസ്, എന്തെങ്കിലും പറയാനാണോ? ഓക്കെ, ഖാദർ എന്ന് പറഞ്ഞ് കാണുന്നത് ആരായിരുന്നു? ഒന്ന് മ്യൂട്ട് ചെയ്തു കേട്ടോ, ചിലപ്പോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശീലങ്ങൾ. നമ്മൾ ഒരിക്കലും ശീലിച്ച് നമ്മൾക്ക് മാറില്ല, മാറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും നമ്മൾ മാറ്റണം എന്ന് വിചാരിക്കുമ്പോഴേ. അപ്പോ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ശീലങ്ങൾ അവര് വലുതാകുന്നവരെയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിൽ മാറ്റങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാബിറ്റ്സ് ആണെങ്കിൽ ദാറ്റ്സ് ഗുഡ് ഫോർ ദം, അത് നല്ലതായിരിക്കും. അവർ വലുതായാലും ആ ഗുഡ് ഹാബിറ്റ്സ് അവരുടെ ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാകും. അപ്പൊ വീട്ടിലും സ്കൂളിലും നമ്മൾ അതിനനുസരിച്ച് കുട്ടികളെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ഹാബിറ്റ്സ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ബിഹേവിയർ അതിപ്പോ അത് പല സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ വീട്ടിൽ കാണിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല പുറത്ത് വരുമ്പോ ചെയ്യുന്നത്. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല നമ്മൾ ഓഫീസിൽ ഒരു മീറ്റിങ്ങിൽ കാണിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പെരുമാറ്റം മാറുന്നു. പിന്നെ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മളുടെ സെൻസ്, നമ്മുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെ പെരുമാറണം. ചില ആളുകൾ പറയും അത് അവസരത്തിനൊത്ത് പെരുമാറാൻ അറിയില്ല, അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ലേ. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, നമ്മുടെ ഒരു മനോഭാവം. ചില ആളുകൾ ചില സിറ്റുവേഷൻസിൽ വളരെ വീടായിട്ട് പെരുമാറും, അവിടെ അങ്ങനെ ആയിരിക്കണം എന്നില്ല അവർ പെരുമാറുന്നത്. ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെ പോകണം, നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ആ ഒരു സെൻസ് നമുക്കുണ്ട്, അവിടെ ചെന്നാൽ എങ്ങനെയാണെന്നുള്ളത് അറിയാം. പക്ഷെ ഒരു മരണ വീട്ടിലാണെങ്കിൽ അതും നമ്മൾക്കറിയാം, അവിടെ എങ്ങനെ നമ്മൾ പെരുമാറണം, അവിടെ എങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ. അപ്പൊ ബിഹേവിയർ ഇസ് ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ, അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മാറുന്നു. അപ്പൊ ശീലിക്കുന്നതെല്ലാം ഒരു അഡൾട്ട്ഹുഡിൽ എത്തുന്നവരെയും അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഹെൽത്തി ഹാബിറ്റ്സും അവന്റെ ആറ്റിറ്റ്യൂഡ്സും എങ്ങനെയാകണം എന്ന് ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒരു അവയർനെസ്, എങ്ങനെ അങ്ങനെ പോകണം എന്നുള്ളത് കുട്ടിയെ മനസ്സിലാക്കിക്കുന്നത് ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്, അല്ലാതെ ഒരു സബ്ജക്ട് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പല സോഷ്യൽ വാല്യൂസും മോറൽ വാല്യൂസും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഹാബിറ്റ്സ് എല്ലാം നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചികൾ, നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെയും വളർത്തിയെടുക്കുക, അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഹെൽത്ത് പ്രോഗ്രാംസ് നമ്മൾ സ്കൂളുകളിൽ നടത്താറുണ്ടല്ലേ. ഇപ്പൊ റീസെന്റ് മിക്ക സ്കൂളുകളിൽ നടന്ന ഒരു ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ഒരു പ്രോഗ്രാം ആയിരുന്നു ഫുഡ് ഫെസ്റ്റ്. വേൾഡ് ഫുഡ് ഡേയുടെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ. മോൻ പഠിക്കുന്ന സ്കൂളിൽ അവര് ചെയ്തത്. അപ്പൊ ഞാൻ പലരുടെ മക്കള് പഠിക്കുന്ന സ്കൂളിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. കാരണം കുട്ടികൾ ഭയങ്കര ഹെൽത്തി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഒരു ഫുഡ് ഫെസ്റ്റ് പോലെ നടത്തുന്നു, പേ ചെയ്ത് വാങ്ങിക്കാം, ആ ഒരു രീതിയിലൊക്കെ കണ്ടു. മോൻ പഠിക്കുന്ന സ്കൂളിൽ അവർ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ ഓരോ ബാച്ച് ആയിട്ട് ആക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലെ കുട്ടിയോട് ഒരു പൊതിച്ചോറ് കൊണ്ടുവരാനായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അത് നിർബന്ധമായിരുന്നില്ല കേട്ടോ, പറ്റുന്ന കുട്ടികൾ പൊതിച്ചോറ് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവര് പൊതിച്ചോറൊക്കെ ആയിട്ട് മോനൊക്കെ പോയതൊരു ഈ ബ്രദേഴ്സ്, അതായത് മെന്റലി റിട്ടാർഡഡ് ആയ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹാബിറ്റേറ്റ് ചെയ്യുന്ന ഒരു കെയർ ഹോമിലേക്കാണ് അവർ പോയത്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ഓരോ ബാച്ച് കുട്ടികൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവര് തന്നെ ഭക്ഷണം പൊതി തുറന്ന് എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തി, അവരിലും പാടാനും ഡാൻസ് ചെയ്യാൻ അറിയുന്നവർ ഇവരുടെ കൂടെ പാട്ട് പാടും ഡാൻസ് ചെയ്ത് അങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ട് അവർ നടത്തി. ഇപ്പൊ നെക്സ്റ്റ് അടുത്ത വീക്കില് നവംബർ ലാസ്റ്റ് വീക്കിൽ അവരൊരു അടുത്ത പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊരു മിഷണറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ്, അതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കുട്ടികളെല്ലാം പേ ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരു രീതി, അതും കൂടെ അവർ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഓരോ സ്കൂളുകളും വ്യത്യസ്തമായിട്ട് ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു വേൾഡ് ഫുഡ് ഡേയുടെ ഭാഗമായിട്ട്. ഓക്കെ, നിങ്ങൾക്കും എന്തെങ്കിലും ഹെൽത്തി റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. കുട്ടികൾ ചിലപ്പോൾ ചില ഭക്ഷണ സാധനങ്ങൾ വളരെ ന്യൂട്രീഷ്യസ് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കാം, അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിനെ വേറെ എന്തെങ്കിലും ഫോമിലേക്ക് ആക്കുമ്പോഴേക്കും അവർക്കത് ഭയങ്കര താല്പര്യമായിരിക്കും കഴിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റെസിപ്പീസ്, വെറൈറ്റി റെസിപ്പീസ് ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇൻ ദ ക്ലാസ്. അതിപ്പോ ഈ ചാപ്റ്റർ കഴിഞ്ഞ് പോയാലും സാരില്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ സ്കൂളുകളിൽ ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കുറെ അവയർനെസ് കുട്ടികൾക്ക് കിട്ടും. ഇത് അങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം കിട്ടുമ്പോൾ ഈ കൊച്ചുകുട്ടികളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവർ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു അക്ഷരം പോലും വിട്ടുപോകാതെ നേരെ വന്ന് വീട്ടിൽ പറയും അല്ലെ. അപ്പൊ അവര് പറയുന്നതിന് കേൾക്കുമ്പോൾ വീട്ടിലുള്ളവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കേൾക്കും, കാരണം കുട്ടിയല്ലേ. അപ്പൊ അങ്ങനെ അവർ പറയുന്നതിൽ പല അവയർനെസ് ഉണ്ടായിരിക്കും. ഈ അവയർനെസ് ആ ഒരു ഫാമിലിയിൽ കിട്ടും. അങ്ങനെ എല്ലാ കുട്ടികളും എല്ലാ ഫാമിലിയിലും ചെന്നെന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി മുഴുവനും ആ അവയർനെസ് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്നു. ഇതുപോലെ ഹെൽത്ത് പ്രോഗ്രാം സ്കൂളിൽ വെക്കുവാണെങ്കിൽ ഹെൽത്ത് ചെക്കപ്സ് വെക്കാം അല്ലെ. കുട്ടികളുടെ മിക്ക കുട്ടികളെയും അഫക്ട് ചെയ്യുന്നത് രണ്ട് എന്താ പറയാ ഓർഗൻസിലാണ്. ഒന്ന് കണ്ണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മിക്ക കുട്ടികളും കണ്ണട വെച്ചിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ജനറ്റിക് ആയിട്ട് ജന്മന കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അത് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല പാരന്റ്സിനും മറ്റുള്ളവർക്കും. അപ്പൊ ഒരു ഹെൽത്ത് ചെക്കപ്പ്, ഐ ചെക്കപ്പും അതുപോലെ തന്നെ ഓറൽ, പല്ല് എപ്പോഴും പ്രോബ്ലം വരുന്നത് ഡെന്റൽ ഹൈജീന്റെ കാര്യത്തിലാണ്. അപ്പൊ ഓറലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അപ്പൊ ഡെന്റൽ ചെക്കപ്പ്, ഇത് രണ്ടും സ്കൂളുകൾ നടത്തുവാണെങ്കിൽ നല്ലതായിരുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ അത് അവിടുത്തെ പ്രിൻസിപ്പളിനോടൊന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഓറൽ ചെക്കപ്പും ഐ ചെക്കപ്പും ഒന്ന് നടത്തുവാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആകെ ഒരു ഇഞ്ചക്ഷൻ, അതായത് 2 പ്രാവശ്യം എന്തോ ഇഞ്ചക്ഷൻ, അതൊരു ഓർമ്മയുണ്ട്. അതാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്കൂൾ കുട്ടികളെ കിട്ടുന്ന അറിവ് മുഴുവനും അവർ വീട്ടിൽ ചെന്ന് പാരന്റ്സുമായിട്ടും മറ്റു ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഹെൽത്ത് നോളജ് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് പാരന്റ്സിലേക്കും ഷെയർ ചെയ്യുന്നു. അപ്പൊ പാരന്റ്സും അവെയർ ആവുകയാണ് പല കാര്യങ്ങളെ കുറിച്ചും. കാരണം എല്ലാ പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ഫാമിലി ആയിരിക്കും അല്ലെ. എല്ലാ പാരന്റ്സിനും ആ ഒരു അവയർനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പം അവർക്ക് ഇങ്ങനെ കുട്ടികൾ വന്നു പറയുമ്പോൾ അവരത് വളരെ കാര്യത്തോടെ ശ്രദ്ധിക്കും. പിന്നെ പലപ്പോഴും ആളുകൾ മെഡിസിൻസ് എടുക്കും, അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് എടുക്കും, അസുഖങ്ങൾ വരാതിരിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ 1 or 2 പിൽസ് എവറി ഡേ എടുക്കുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുക. ഹെൽത്ത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 1 or 2 പിൽസ് എവറി ഡേ എടുക്കുന്നില്ല. ആ ഒരു നോളജ് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുകയും വേണം. അത് മാത്രമല്ല നമ്മളുടെ ബോഡിയെ നമ്മൾ നല്ല പോലെ കെയർ ചെയ്യണം. അത് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും ക്ലെൻലിനെസ്, വൃത്തിയുടെ കാര്യമാണെങ്കിലും എക്സസൈസ്, പിന്നെ അസുഖങ്ങൾ വരാതെ നോക്കണം. ഇതെല്ലാം നമ്മൾ
ഗുഡ് ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ്. അല്ലാതെ ഈ അവയർനെസ് കിട്ടി അത്രയും മാത്രമല്ല, അത് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ എക്സസൈസ് ചിലപ്പോൾ സ്കിപ്പായി പോകാം, നല്ല ഭക്ഷണം ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവില്ല, അസുഖങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് അമ്മമാര് പൊതുവെ സ്ത്രീകൾ വിട്ടുപോകാറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 40 ഒക്കെ വരെ ഒരു പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകും, പക്ഷെ അത് കഴിയുമ്പോഴേക്കുമാണ് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തല പൊക്കുന്നത്. അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 പോയിന്റ്സ് ആണ്. അതൊന്ന് റീഡ് ചെയ്യാമോ ആരെങ്കിലും? വായിക്കാം. Teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. സോ സ്കൂളിൽ നമുക്ക് അവയർനെസ് കാണിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ സ്കൂള് ഹെൽത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സ്കൂള് വഴി കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ അവയർനെസ് കൊടുക്കാൻ പറ്റും, ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള മെയിൻ കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ്, അത് സ്കൂൾ ഡേയ്സിൽ തന്നെ. കാരണം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളുടെയും ഫൗണ്ടേഷൻ സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയം സ്കൂളിലാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കുളിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഹോംവർക്ക് വർക്ക് ചെയ്യാണ്ട് പിന്നെ അവർ ഉറങ്ങുകയും. അപ്പൊ ഏറ്റവും അവർ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂൾ ടൈമിൽ തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ ഈ ഒരു അവയർനെസ് കിട്ടുവാണെങ്കിൽ അത് അവരുടെ ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ ലേ ചെയ്യും. സ്കൂൾ അതോറിറ്റീസ്, അത് മാത്രമല്ല സ്കൂളിന്റെ പ്രെമിസസ്, ആ ഒരു ബിൽഡിംഗ്, അവിടെയെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. ഫ്രഷ് എയർ, സൺലൈറ്റ്, അതുപോലെ തന്നെ കുടിക്കാനും ക്ലീനിങ് പർപ്പസിനുള്ള നല്ല പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, അതൊക്കെ ഉറപ്പുവരുത്തണം. പിന്നെ സ്കൂൾ കരിക്കുലത്തിന്റെ ഇൻ ബിറ്റ്വീൻ, അതായത് സ്റ്റഡി അവേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ അപ്രോപ്രിയേറ്റ് എക്സസൈസ്, PT പീരീഡ് അല്ലെ, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. അത് അവരുടെ റൈറ്റ്സ് തന്നെയാണ്. അപ്രോപ്രിയേറ്റ് എക്സസൈസ് അതിന്റെ ഇൻ ബിറ്റ്വീൻ, സ്റ്റഡി അവേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ പവർഫുൾ ആവും. അല്ലെങ്കിൽ അവർ ഒരേ പോസ്റ്ററിൽ തന്നെ ക്ലാസ്സിൽ ബെഞ്ചിൽ അല്ലെങ്കിൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കും. അവരുടെ ബോഡിക്ക് ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ഒന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഇൻ ബിറ്റ്വീൻ ക്ലാസ് അവേഴ്സിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. മിക്കയിടത്തും 2 പീരീഡ് എന്തോ PT കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹൈസ്കൂളിലോ എങ്ങാണ്ട് വരുമ്പോഴാണോ അത് 1 പീരീഡ് ആയിട്ട് മാറുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം കൂടുതലും സ്കൂളിലാണ്. സോ അപ്പൊ സ്കൂള് കുട്ടികളുടെ റൈറ്റ്സ് അത് ഉറപ്പാക്കണം, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റീസ് ഉറപ്പാക്കണം. നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ അല്ലെ. കുട്ടിക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അത് കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വളരെ ആവശ്യമാണ്. ഇനി നമുക്ക് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അതായത് 6 or 7 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. 6 പോയിന്റ്സ്, അത് ഓരോന്നായിട്ടും ഒരിടത്ത് വായിച്ചോളൂ. ഓക്കെ, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. Aims and values of health education. The following are the main aims and objects of health education in schools. First one, to provide information about health and hygiene. It aims at introducing the pupils and the teachers with the functioning of the body, the roles of health and hygiene, and the preventive measures for warding of disease.
It is to be notice of the couples how bad habits, hygienic ways of living, addiction to smoking and liquor and such unhealthy practices results in wrong consequence. Betterment of human relationships, particularly from the standpoint of health. അത്രയും മതിയോ മിസ്? മതി മതി. ഓക്കെ, സോ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളിനെ ഫോക്കസ് ചെയ്താണ് കേട്ടോ പറയുന്നത്. കാരണം കുട്ടികൾ മെയിൻ ആയിട്ടും സ്കൂളിലാണ് ഇരിക്കുന്നത്. അപ്പൊ സ്കൂളിൽ നിന്നാണ് കറക്റ്റ് പ്രോപ്പർ വേയിൽ ഇങ്ങനെയുള്ള അവയർനെസ് അവർക്ക് കിട്ടാനായിട്ട് ചാൻസ് വരുള്ളൂ. വീട്ടിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാ ഫാമിലിയിൽ അത് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് കുട്ടിക്ക് കിട്ടുന്നുണ്ടാവുന്നില്ല. അൺഹൈജീനിക് ആയിട്ട് വളരുന്ന കുട്ടികളും ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് സ്കൂളാണ് ഏറ്റവും നല്ലൊരു പ്ലേസ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള. അത് മാത്രമല്ല അവരുടെ ഫൗണ്ടേഷൻ, ആ ഒരു 3 വയസ്സ് കഴിഞ്ഞ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ, അവരുടെ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയൂലേ, നാഴികക്കല്ല്, വളർച്ചയുടെ നാഴികക്കല്ലുകൾ, ആ ഗ്രോത്തിന്റെ മൈൽ സ്റ്റോൺസിലെ പല കാര്യങ്ങളും സ്കൂൾ കാലഘട്ടങ്ങളിലായിരിക്കുമ്പോഴാണ് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സ്കൂളിൽ നിന്നും ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പ്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് തന്നെയാണ് മീനിങ്. ഇപ്പൊ സ്കൂൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത് കുട്ടികളും ടീച്ചേഴ്സും ആയിട്ടാണ്. പ്യൂപ്പിൾസും ടീച്ചേഴ്സും ഇവർ തമ്മിലാണ് ഇന്ററാക്ഷൻ വരുന്നത്. അപ്പം കുട്ടികൾക്ക് പൊതുവേ ടീച്ചേഴ്സിനോട് ഭയങ്കര ഒരു താല്പര്യമായിരിക്കും. അപ്പൊ ടീച്ചർ ഒരു റോൾ മോഡൽ ആയിരിക്കണം. ടീച്ചർ പറയുന്നത് അവർ ഫോളോ ചെയ്യും. അത് എത്ര ഏജ് ആണെങ്കിലും കുട്ടികൾ അത് ഫോളോ ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ടീച്ചർമാരോടുള്ള സമീപനം മാറിയിരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മള് ശരിക്കും അവരെ ആ ഒരു ചെറുപ്പം തുടങ്ങി അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അത്രയും പൊട്ടന്റ് ഫോഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും, ആ ഒരു ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടിൽ ഒരു പക്ഷെ നമുക്ക് 1, 2, 3 കുട്ടികളായിരിക്കാം. നമ്മുടെ സറൗണ്ടിങ്സിലും അതുപോലെ കൂടി വന്നാൽ ഒരു 10 കുട്ടികളും നമ്മുടെ വീട്ടിലും സറൗണ്ടിങ്സിലും ഉണ്ടാകും. പക്ഷെ നമ്മൾ സ്കൂളിലാവുമ്പോൾ അത്രയും കുട്ടികളെ ആയിരിക്കില്ല മാനേജ് ചെയ്യുന്നത്. 20, 30, 40 ചിലപ്പോൾ പല പല ക്ലാസ്സുകളായിരിക്കും. അങ്ങനെ ഡെയിലി നമ്മൾ മാനേജ് ചെയ്യുന്ന കുട്ടികളുടെ നമ്പർ വളരെ കൂടുതലായി. അപ്പൊ നമ്മൾക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ നല്ല ഒരു എന്താ പറയാ, ആ ഒരു അവരുടെ വേ ഓഫ് ലൈഫും അവരുടെ ലൈഫ് അവരുടെ ഗോൾസ്, അവർ അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങളിലേക്കുള്ള ആ ഒരു യാത്രയൊക്കെ കുട്ടികളെ വളരെ സുഗമമാക്കും തന്നെ പറയാം, എളുപ്പമാക്കും. പിന്നെ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെയാണ് നോക്കുന്നത് അല്ലെ, KG സെഷനിൽ വരുന്ന കുട്ടികൾ. നമ്മളുടെ തന്നെ ലൈഫിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ നമുക്ക് എത്ര പ്രായമായി കഴിഞ്ഞിട്ടും നമുക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും. ചിലപ്പോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ടാവും, ഭയങ്കര സ്നേഹമായിരിക്കും, ഓടിച്ചെന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അവര് നമ്മളുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് അത്രത്തോളം ഉണ്ടല്ലേ, അത്രയും സ്നേഹം, ഭയങ്കര ഒരു അഫെക്ഷൻ ഒക്കെ അവര് കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലതിപ്പോ ഉണ്ടാവില്ലായിരിക്കാം, എന്നാലും എന്നെ പഠിപ്പിച്ച നഴ്സറി പഠിപ്പിച്ച ടീച്ചർ ഇപ്പോഴും ഉണ്ട്. എന്റെ കല്യാണത്തിനൊക്കെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു ടീച്ചർക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇപ്പോഴല്ല കേട്ടോ, നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതിന് ഒരു 3 months മുമ്പ് ഒരു അസൈൻമെന്റ് ഉണ്ട്. അതില് നമ്മൾക്ക് വളരെ പരിചയമുള്ള 3 ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന 3 ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയത് അന്ന് നഴ്സറി ആയിരുന്നു കേട്ടോ. ഇതുപോലെ പ്ലേ സ്കൂളിൽ നിന്നോ pre-KG LKG UKG അങ്ങനെയുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചത് ഒരു നഴ്സറിയിലായിരുന്നു. അവിടെ ഒരു കനക ടീച്ചറായിരുന്നു. ടീച്ചറിനെ കുറിച്ച് ഞാനായിരുന്നു നിറയെ എഴുതി. അതൊന്നും നമുക്കൊരു ഗൂഗിളിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്നതല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ടീച്ചറെ കുറിച്ച്. അത് പിന്നെ ഞാൻ എഴുതിയത് എൻ്റെ മോനെ LKG പഠിപ്പിച്ച ഒരു സിസ്റ്ററിനെ കുറിച്ചായിരുന്നു. ഇതൊക്കെ കുട്ടികളുടെ ലൈഫിൽ അവരുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കണ്ടത് കൊണ്ടാണ് ഞാൻ ആ മോന്റെ ആ ഒരു സിസ്റ്ററെ കുറിച്ച്, LKG പഠിപ്പിച്ച ആ ഒരു സിസ്റ്ററിനെ കുറിച്ച് എഴുതിയത്. പിന്നെ ഞാൻ എഴുതിയത്, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയത് ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലായിരുന്നു. അവിടുത്തെ ഡയറക്ടർ ഒരു മെയിലായിരുന്നു, അജി എന്ന് പറഞ്ഞൊരു സാറായിരുന്നു.
സാറിനെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. സാറ് കുട്ടികളെ ഡീൽ ചെയ്യുന്നതും നമ്മളോട് പെരുമാറുന്നതും അതെല്ലാം വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സാറിനെ. റോൾ മോഡൽ എന്നുള്ള രീതിയിൽ തന്നെ സാറിനെ ഞാൻ കണ്ടിരുന്നു. സാറിനെ കുറിച്ചായിരുന്നു ഇത്. അങ്ങനെ നമുക്ക് പേഴ്സണലി അറിയാവുന്നത്. അപ്പൊ കുട്ടികള് ക്ലാസ്സിൽ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ലൈഫിലൂടെ പല ടീച്ചർമാരും കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നും അവർക്ക് കിട്ടിയ, പലരും ഷെയർ ചെയ്തൊരു കാര്യം കേട്ടോ, അവർക്ക് കിട്ടിയ ഒരു ലെസൺ നിന്ന് ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് ഉള്ള രീതിയിലുള്ള ടീച്ചർമാരും ഉണ്ടായിട്ടുണ്ട്, ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള രീതിയിലുള്ള ടീച്ചർമാരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ അനുഭവം ഉണ്ടോ? അങ്ങനെ ഭയങ്കര മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ടീച്ചർമാരും ഉണ്ടെന്ന് കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലെ, അദ്ദേഹം ചെറുപ്പത്തില് ഒരു സ്പെഷ്യൽ കുട്ടിയായിരുന്നു. എനിക്ക് മുഴുവനായിട്ടും കഥ പറയാൻ അറിയില്ല, കേട്ട് പല പല ബാച്ചിലും കുട്ടികൾ സൈൻ ഇൻ സമയത്തും അല്ലാതെയും ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടീച്ചർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കയ്യില് അമ്മയ്ക്ക് കൊടുക്കാനായിട്ടൊരു ലെറ്റർ എഴുതി കൊടുത്തു വിട്ടു. എന്നിട്ട് കുട്ടി ചെന്ന് അമ്മയ്ക്ക് കൊടുത്തു. കുട്ടിക്ക് അത് വായിക്കാനൊന്നും അറിയില്ല, അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് തുറന്നു നോക്കിയപ്പോൾ, നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവനെ ഇനി സ്കൂളിലേക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ഉള്ള ലെറ്റർ ആയിരുന്നു കിട്ടിയത്. ആ അമ്മയ്ക്ക് വളരെ വിഷമം തോന്നി. ആ അമ്മ എന്നിട്ട് ഈ കുഞ്ഞ് ഐൻസ്റ്റീനെ സ്കൂളിലേക്ക് അയച്ചില്ല, വീട്ടിലിരുത്തി ആ അമ്മ തന്നെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഐൻസ്റ്റീൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ സ്കൂളിൽ വിടാത്തെന്ന് ചോദിച്ചപ്പം, മോൻ വളരെ മിടുക്കനാണ്, മോൻ ആ സ്കൂൾ പറ്റില്ല, മോന് പറ്റിയ സ്കൂൾ എവിടെയെങ്കിലും ഇല്ല, അതുകൊണ്ട് അമ്മ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അമ്മ പഠിപ്പിക്കുന്നതും. പിന്നെ ഐൻസ്റ്റീനെ നമുക്കറിയാലോ, ലോകം അറിയുന്ന ഒരു വ്യക്തിയായി, ഒരു വലിയൊരു സയന്റിസ്റ്റ് ആയിട്ട് അദ്ദേഹം മാറുവാണ്. പിൽക്കാലത്ത് അദ്ദേഹത്തിന് പെട്ടിയിൽ നിന്നും ഈ ലെറ്റർ കിട്ടുവാണ്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, അങ്ങനെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുകയാണ്. അപ്പൊ ഒരു ടീച്ചർ എങ്ങനെ ആകരുതെന്നും ഒരു അമ്മ എങ്ങനെ ആകണമെന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടും, ആ ഒരു സ്റ്റോറിയിൽ നിന്ന്. അപ്പൊ അതാണ്. അപ്പൊ കുട്ടികളെ ഇൻഫ്ലുവൻസ്, അവരുടെ ചെറുപ്പകാലത്തിൽ എന്താണോ, ആരാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതായിരിക്കും അവരുടെ പിന്നീടുള്ള ലൈഫ്. അപ്പൊ മറിയ മോണ്ടിസോറി, നമ്മുടെ ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് എന്താ പറയാ, അറിയാമായിരുന്നു ഒരു കുട്ടിയുടെ ഓരോരോ കാലഘട്ടത്തെ ബാധിക്കുന്നത് പാസ്റ്റിലെ കാര്യങ്ങളാണെന്ന്. അതായത് ഇപ്പം ചെറിയ ക്ലാസ്സിൽ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളായിരിക്കും ഹയർ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാത്തൊരു ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സ് നല്ല ഒരു ഇൻസിഡന്റും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. കാലഘട്ടങ്ങൾ ഓർമ്മയുണ്ട്, രണ്ട് ടീച്ചേഴ്സിനെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. ഒന്ന് എന്നെ 7th സ്റ്റാൻഡേർഡിലെ സയൻസ് പഠിപ്പിച്ച ഒരു സാറായിരുന്നു. സാർ എന്നില്ല, സാർ മരിച്ചുപോയി, വർഗീസ് സാറായിരുന്നു. അപ്പൊ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാത്തൊരു സാറ്. ചില ടീച്ചേഴ്സിന് ചില കുട്ടികളോട് അങ്ങനെയൊക്കെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. സൗന്ദര്യമുള്ള കുട്ടികളോട്, പഠിക്കുന്ന കുട്ടികളോട് അങ്ങനെയൊക്കെ പാർഷ്യാലിറ്റി നമുക്ക് മനസ്സിലാവും, ഫീൽ ചെയ്യും ആ ഒരു പാർഷ്യാലിറ്റി. അങ്ങനെ പാർഷ്യാലിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്ന ഒരു സാറായിരുന്നു. സാറിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, സാർ ഒരു സ്ഥലത്തും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല. ഈ സാറ് ഞങ്ങളെ സാറ് ആദ്യം സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയത്ത് ഞങ്ങൾ 7ാം ക്ലാസ്സിലായിരുന്നു. ആ സമയത്ത് സാറ് ഞങ്ങൾക്ക് സയൻസ് എടുക്കാൻ, ഞാൻ മലയാളം മീഡിയത്തിലാട്ടോ പഠിച്ചു, സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം സാറ്, ഞാൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. അപ്പം സാറ് പക്ഷെ അങ്ങനെ ഒരു എന്നെ മാത്രമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാ കുട്ടികളോടും ഒരുപോലെ തന്നെ. എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടി, അതൊന്നും സാറ് ശ്രദ്ധിക്കുകയില്ല. മാർക്ക് കുറഞ്ഞവരെയും സാറ് ശ്രദ്ധിക്കില്ല. സാറ് വന്ന് നല്ല രീതിയിൽ പഠിപ്പിച്ചു പോകുന്നൊരു മാഷായിരുന്നു. നമ്മള് 7ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ്, റിസൾട്ട് കഴിഞ്ഞ്, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് 8ാം ക്ലാസ്സിലെ അടുത്ത അക്കാദമിക് ഇയറിലെ 8ാം ക്ലാസ്സിലേക്ക് നമ്മൾ ആവുമല്ലോ. അപ്പൊ അതിന് നമ്മൾ ചെല്ലുമ്പോൾ, ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് 7ാം ക്ലാസ്സിലായിരിക്കും. അവിടെ നിന്നാണ് ഞങ്ങളുടെ 7th ക്ലാസ് ടീച്ചർ ഞങ്ങളെ അടുത്ത 8th സ്റ്റാൻഡേർഡിലേക്ക് വിടുന്നത്. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മളുടെ അറ്റൻഡൻസ് വിളിക്കുമല്ലോ, അങ്ങനെ അനുസരിച്ച് പോകാനായിട്ട് പറഞ്ഞു. അപ്പൊ സാർ ക്ലാസ്സിലേക്ക് വന്നു കേട്ടോ. സാർ ഒരു ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ ആകില്ല, സാറ് ക്ലാസ്സിലേക്ക് വന്നു. സാർ ക്ലാസ്സിലേക്ക് വന്നിട്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ നിറച്ചിരിക്കുക, പേടി. അത് കഴിഞ്ഞ് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോ സാർ എന്റെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു,
നന്നായി വരുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് കരയണോ എന്തൊക്കെയുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ കൂടെ വന്ന ഒരു ഫീലായിരുന്നു അത്. അതെന്നെ ഞാൻ ഇപ്പോഴും ഓർക്കും. ഞാൻ ഓരോ ക്ലാസ് പഠിച്ചു പോകുമ്പോഴും പിന്നെ സാർ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു 94 ബാച്ചാണ് കേട്ടോ SLC, 1994 ബാച്ചാ. അത് ഞങ്ങളൊരു 25 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഗെറ്റ് ടുഗദർ നടത്തി ഞങ്ങളുടെ സ്കൂളിൽ. അപ്പൊ സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോയത് ഞാനും വേറൊരു കുട്ടിയും കൂടി കേട്ടോ. അപ്പൊ സാറ് ഇന്ന് നല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുക. നടക്കും, കുഴപ്പമൊന്നുമില്ല. കാരണം വൈഫ് മരിച്ചു, മകന്റെ ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുക, കൊച്ചുമക്കളൊക്കെ ആയിട്ട്. സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോയി. ഇപ്പൊ സാറ് പറഞ്ഞു, ഞാൻ ആകെ ആ സ്കൂളിൽ ഒരു വർഷമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സാറിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ സാറിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, എന്റെയും കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. സാറ് ചിരിച്ചു, ഞാൻ തീർച്ചയായിട്ടും വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാറ് വന്നു. പിന്നെ ഒരു 2 വർഷം എന്തോ കഴിഞ്ഞപ്പോ, ആ പ്രോഗ്രാം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ന്യൂസ് പേപ്പറിലൂടെ അറിയുകയാണ് സാറ് മരിച്ചുപോയി എന്ന്. ന്യൂസ് പേപ്പറിൽ ഫോട്ടോ ഉണ്ടായിരുന്നു, സാറ് മരിച്ചുപോയി. അങ്ങനെ വിഷമം തോന്നിയെന്ന്. അങ്ങനെ അതാണ് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ടീച്ചർ. എനിക്ക് ഞാൻ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ എന്നും സാർ എന്റെ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതുപോലെ എന്നെ വർഷങ്ങളോളം എനിക്ക് വിഷമം ഉണ്ടാക്കിയ വേറൊരു അനുഭവം 7th സ്റ്റാൻഡേർഡിൽ വെച്ച് തന്നെയായിരുന്നു. അന്ന് ഈ ഏതെങ്കിലും ടീച്ചർ ലീവ് ആകുമ്പോ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് എന്നിപ്പോ വരുന്ന പോലെ ടീച്ചേഴ്സ് വരുമല്ലോ. അപ്പൊ ഞങ്ങളെ പഠിപ്പിക്കാത്ത ഒരു ടീച്ചറായിരുന്നു വന്നത്, ഒരു മലയാളം ടീച്ചറായിരുന്നു വന്നത്. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങളിങ്ങനെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുക. അപ്പൊ ടീച്ചർ വന്ന ഉടനെ തന്നെ ആസ് യൂഷ്വൽ നമ്മൾക്ക് പരിചയപ്പെടാന്നുള്ള രീതിയിൽ പരിചയപ്പെടുവാണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ പേര് പറഞ്ഞതും ടീച്ചർ ചോദിച്ചു, അയ്യേ ഇതെന്തൊരു പേര്, ഒരു അർത്ഥമില്ലാത്തൊരു പേരെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. നമ്മൾ 7th സ്റ്റാൻഡേർഡിലല്ലേ, നമുക്ക് അത്രയും മെച്യൂരിറ്റി അല്ലേ ഉള്ളൂ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ഞാൻ അവിടെ നടക്കണമെന്നും ഞാൻ കേൾക്കണില്ല എന്താണ്. അപ്പൊ എന്റെ തൊട്ടടുത്ത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഞാനും അവളും നഴ്സറി തുടങ്ങി ഒരുമിച്ച് പഠിക്കുക. ഞങ്ങൾ രണ്ടുപേരെയും ഒരു സൈക്കിളില് അവളുടെ അച്ഛനായിരുന്നു നഴ്സറി കൊണ്ടാക്കാറ്. അങ്ങനെ നല്ല വീടിന്റെ തൊട്ടടുത്താണ്, നല്ല അടുപ്പാണ് ഇപ്പോഴും. അപ്പൊ അവളോട് പേര് ചോദിച്ചു. അവളുടെ പേര് ഒരു ഗോഡസിന്റെ പേരായിരുന്നു കേട്ടോ, പറയുന്നില്ല. അപ്പൊ അവളുടെ അതേ പേര് തന്നെയായിരുന്നു ടീച്ചറുടെ പേര്. അപ്പൊ അവള് പേര് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു, എന്ത് നല്ല പേരൊക്കെ ആണെങ്കിൽ ഇതുപോലെ വേണമെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്റെ കൺട്രോൾ പോയി. ഞാൻ പിന്നെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ പോയി ഭയങ്കര ഫൈറ്റ് ആയിരുന്നു അച്ഛനോടും അമ്മോടും. എനിക്ക് ഈ പേരെന്തിനായിട്ട്, ഒരു അർത്ഥമില്ലാത്ത കൊള്ളില്ലാത്ത പേരെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫൈറ്റ്. എന്റെ ചേച്ചിയുടെ പേര് നിഷ എന്നാട്ടോ. അച്ഛന്റെ പേര് ശിവശങ്കരൻ എന്നും അമ്മയുടെ പേര് നിർമ്മല എന്നാണ്. രണ്ടുപേരുടെ അക്ഷരങ്ങൾ ചേർത്തിട്ട് നീയും ശിവശങ്കർ ഷായും കൂടെ ചേർത്തിട്ട് എന്റെ കൊച്ചച്ഛനാണ് ചേച്ചിക്ക് നിഷ എന്ന് പേരിട്ടത്. അപ്പൊ അതിന് മാച്ച് ആകുന്ന രീതിയിലാണ് എനിക്ക് ജിഷ എന്ന് പേരിട്ടത്. അപ്പൊ ഇങ്ങനെ ഭയങ്കര വഴക്കായിരുന്നു. അപ്പൊ എനിക്ക് ഏതാണ്ടൊരു അറിവുണ്ട്, ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് മാറ്റാം, എന്റെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ബഹളായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ആ പേരുമായിട്ട് ജീവിക്കാൻ. ഞാൻ എന്നിട്ട് എല്ലാവരും പറയുമായിരുന്നു, ഒരു കൊള്ളില്ലാത്ത പേരാണ് കിട്ടുന്നത്. അന്നത്തെ ആ ഒരു മെച്യൂരിറ്റി കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞു. സെന്റ് ജോസഫിലായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ബിടെക് ആയിരുന്നു. ഞാൻ ചെങ്ങന്നൂര് ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ കോളേജില് സീനിയേഴ്സിലും ഞങ്ങളുടെ ബാച്ചിലും എല്ലാം ഈ ജിഷ എന്ന് പേരുള്ള പലരും ഉണ്ട്. അതില് ഈ ജിഷ ക്രിസ്ത്യൻ നെയിം ഉണ്ട്, മുസ്ലിം കുട്ടികൾക്കും ജിഷ എന്ന് പേരുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം വന്നു. എന്റെ പേരാണ് ഏറ്റവും മനോഹരം എന്ന് എനിക്ക് തോന്നി. എന്റെ പേരിനൊരു ജാതി ഇല്ല. അപ്പം അതിനുശേഷം പിന്നെ എനിക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. എന്റെ പേരിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു അഭിമാനം, ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു. അപ്പൊ ഈ ഒരു ആ ടീച്ചർ മരിച്ചു പോയിട്ടോ. ഈ ഒരു ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മയാണ്. ഇങ്ങനെ പേരിനെ പറ്റി ഇങ്ങനെ ഇത് പറഞ്ഞ ടീച്ചർ. ആ പയ്യനും ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസാ. ഞാൻ ഈ വിവരമൊന്നും ആളോട് പറഞ്ഞൊന്നുമില്ല. പിന്നെ ഇത് കുറെ വർഷങ്ങളോളം ഹോണ്ട് ചെയ്തു, ബുദ്ധിമുട്ടിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. ലാസ്റ്റ് ഒരു 2 years ബാക്കാന്ന് തോന്നുന്നു, ആ കുട്ടി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അമ്മ മരിച്ചു പോയിട്ടോ ജിഷേ എന്ന് പറഞ്ഞു. ഈ ടീച്ചറെ മരിച്ചുപോയി.
അങ്ങനെ രണ്ട് ടീച്ചേഴ്സ് എന്നെ സ്കൂൾ കാലഘട്ടത്തിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ട് ടീച്ചേഴ്സ് ആയിരുന്നു. ബാക്കി ടീച്ചർമാരെല്ലാം നല്ല ഇത് തന്നെയായിരുന്നു. പക്ഷെ എന്നെ വളരെയധികം അത് നല്ല ഒരു പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതും എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാക്കി തന്ന ടീച്ചർമാരുണ്ടായിരുന്നു. നമ്മളൊന്നും ഇങ്ങനെ ആകാതിരിക്കട്ടെ. കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം ഒരു ടീച്ചർ. ഒരു എക്സാംപ്ലർ ആയിരിക്കണം, നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം. മക്കള് പറയാറില്ലേ, അമ്മമാരുമായിട്ട് ബോയ്സ് ഭയങ്കര അടുപ്പായിരിക്കുമല്ലേ, അവര് പറയും എനിക്ക് അമ്മയെ പോലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറയും. കാരണം ആ അമ്മ അത്രയും ആ കുഞ്ഞിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ലൈഫിൽ അവർ ഏറ്റവും ആദ്യം കണക്റ്റഡ് ആകുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ ഒരു അമ്മയാണല്ലേ. അത് കഴിയുമ്പോൾ ടീച്ചറിനോടും അവർക്ക് അത് തന്നെ തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും അവർക്കൊരു അവരുടെ ഒരു അമ്മയാകണം, സഹോദരിയാകണം, അല്ലെ ഒരു സുഹൃത്താകണം. അവർക്ക് നല്ലൊരു ഗൈഡ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ അവരെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്തിരിക്കരുത്, അവരെ ഭരിക്കുന്ന രീതിയിൽ, അവരെ പീഡിപ്പിക്കുന്ന രീതിയിൽ. അങ്ങനെയൊന്നും ഇപ്പോഴുള്ള ടീച്ചർമാരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പറഞ്ഞത് നമ്മൾ നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം, നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കണം. പല കുട്ടികളും ഇപ്പോൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ ചില ഇന്റർവെൻഷൻസ് അഡോളസൻസ് ഗ്രൂപ്പിൽ എടുക്കാറുണ്ട്. കൗമാരക്കാരായ പിള്ളേരിൽ അവർ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയക്കും, മിസ് ഞാൻ ഈ ഒരു കോഴ്സിന് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും. എല്ലാരിൽ നിന്നൊന്നും വന്നില്ലെങ്കിലും 1-2 പേരിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം എവിടേക്കോ നമ്മൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ അവരവരുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളിൽ നമ്മളെ ഓർക്കുന്നത്. മാരേജ് ഒക്കെ വരുമ്പോൾ അറിയിക്കും, ഇൻഫോം ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒരു ടീച്ചർ അവര് റിട്ടയർ ആയി കഴിഞ്ഞാലും അവരുടെ അസറ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ഇത് തന്നെയാണ് നിങ്ങൾ ലാസ്റ്റ് ടോപ്പിക്സിലേക്ക് കടക്കുമ്പോൾ വരുന്നത്. പിന്നെ നിങ്ങൾ 19 ബാച്ച് ആണല്ലേ, അതായത് 9th ബാച്ചിന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് 19. ഇന്ന് 9th ബാച്ചിന്റെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ഒന്ന് ഓർത്തു വെച്ചോളൂ. നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 months ആകുമ്പോഴേക്കും നിങ്ങളും മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും. നിങ്ങൾ വന്നപ്പോ വൈൻഡപ്പ് ആയ ക്ലാസിന്റെ അവരുടെ മെയിൻ എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ സബ്ജക്റ്റ് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. നമ്മളിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് തോന്നുന്നു. ഓക്കെ, നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കൂ, നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ടീച്ചേഴ്സിന്റെ കാര്യം. യു ക്യാൻ ഷെയർ ദ ഡീറ്റെയിൽസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അസൈൻമെന്റ് ഒക്കെ വരുന്നുണ്ട്, അത് പിന്നെയാണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന അസൈൻമെന്റ്. എന്നാലും നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള, ഇപ്പം ഇങ്ങനെയും ആകാട്ടോ, ഒരു ടീച്ചർ എങ്ങനെയാകണം എന്ന രീതിയിൽ സ്വാധീനിച്ച ടീച്ചറും ഒരു ടീച്ചർ എങ്ങനെയാകരുത് എന്ന് സ്വാധീനിച്ച ടീച്ചറും. കാരണം നമുക്കത് നല്ലൊരു ഗൈഡ്, ഒരു പഠനമാണ്. ഞാൻ എങ്ങനെയാകണം എന്നുള്ളത് ഒരു തിരിച്ചറിവും കൂടി ആയിരിക്കും. ഞാനൊരു ടീച്ചർ ആകുമ്പോൾ ഞാൻ എങ്ങനെയാകണം എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. പല കുട്ടികളും പറഞ്ഞു എനിക്ക് ആ ടീച്ചറെ പോലെ ആകണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർമാരെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് ഒന്നുകൂടി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആലോചിക്കുക, എന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ ഉണ്ടോ. അങ്ങനെ ആലോചിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ ഞാൻ എൻ്റെ 2 ടീച്ചർമാരെ കുറിച്ച് പറഞ്ഞു. 2 അല്ല, ഞാൻ ആ എഴുതിയവരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, നമുക്ക് വേറെയും ടോപ്പിക് ഉണ്ട് റിലേറ്റഡ് വിത്ത് ടീച്ചേഴ്സ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 5 പേരെ കുറിച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോഴല്ലാട്ടോ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആകുമ്പോ. പിന്നെ അത് താല്പര്യമുണ്ടെങ്കിൽ ഈ വേൾഡ് ഫേമസ് ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഒരാളും അറിയാൻ മോണ്ടിസോറി ആയിരിക്കണം എന്ന് മാത്രം ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ബാക്കി 4 പേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യും. അതിനെപ്പറ്റി നമുക്കൊരു സെമിനാർ പോലെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുകയും ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ. അതൊക്കെ ഇപ്പോഴേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇപ്പൊ സെമിനാറൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പബ്ലിക് സ്പീക്കിംഗ്, നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സോ വേൾഡ് ഫേമസ് ആയിട്ടുള്ള 5 പേരെ കണ്ടുപിടിക്കുക. 5 പേര് മിനിമം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. എത്ര പേരെ വേണമെങ്കിലും കണ്ടുപിടിക്കുക കേട്ടോ. ഞാനൊക്കെ 10 പേരെ പറ്റി എഴുതിയത്. ഞങ്ങളുടെ ആ ടൈമില് ഞാൻ 10 പേരെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. മറ്റേത് 3 പേരായിരുന്നു. ഈ നമുക്ക് പേഴ്സണലി അറിയാവുന്ന 3 പേര് എന്നുള്ളത് 3 പേര് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ 5 തരുള്ളൂ. മിനിമം 5. യു ക്യാൻ ഡു മോർ. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
Okay, thank you. Sign കഴിഞ്ഞ out. ക്ലാസ്സിൽ മാം കുറച്ച് ടോപ്പിക്സ് തന്നായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് ടോപ്പിക് ഒരു സർവേ നമ്മളൊരു 10 പേരോട് സർവേ ചെയ്ത് പിന്നെ ഹെൽത്തി ഫ്രേസസ് അതൊക്കെ ചെയ്തോണ്ടിരാൻ പറഞ്ഞിരുന്നു മാം. ഈ മന്തിലുള്ള അതെല്ലാം അങ്ങ് കംപ്ലീറ്റ് ആക്കി വെച്ചു. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് 10 പേരോട് ചോദിച്ച് 2 ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ പോലെ ചോദിച്ച് അവരുടെ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ എഴുതുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞത് ടീച്ചേഴ്സ് അല്ലെ, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് പേഴ്സണലി നമുക്കറിയാവുന്ന 3 പേരെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അവരെ പറ്റി നമുക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ, ഇപ്പോഴൊന്നുമല്ല, നമുക്ക് സെമിനാർ പോലെ കണ്ടക്ട് ചെയ്യാം. അത് ആരൊക്കെ വേണം എന്തൊക്കെ വേണം എന്നൊക്കെ തീരുമാനിച്ചു. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഓക്കെ മാം, അത് നമ്മളിപ്പോ എഴുതി വെക്കണ്ടല്ലോ, നമ്മളൊന്ന് മൈൻഡിലൊന്ന് ഓർത്ത് വെച്ചാൽ പോരെ ഈ ടീച്ചേഴ്സിന്റെ കാര്യം? മതി. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പേഴ്സണലി നമുക്ക് അറിയാവുന്ന ടീച്ചേഴ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലോ അതിന്റെ അടുത്ത ക്ലാസ്സിലോ ഷെയർ ചെയ്യാം. മറ്റേ വേൾഡ് ഫേമസ് നമുക്കൊരു എന്ന് നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ പറ്റും എന്ന് നമ്മളൊരു ഡേറ്റ് ടൈമൊക്കെ അസൈൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. അത് പ്രിപ്പയർ ചെയ്ത് വെച്ച് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതുന്നുണ്ട് ഒരു അസൈൻമെന്റിൽ. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് ഇടാം. അപ്പൊ മറിയം മോണ്ടിസോറിയെ പറ്റിയൊക്കെ സെമിനാർ എടുക്കുമ്പോഴേക്കും നമുക്ക് മറിയം മോണ്ടിസോറിയുടെ ടോപ്പിക് പാർട്ട് 3 ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ ചെറിയൊരു ബ്രീഫിംഗ് തന്നല്ലേ ഉള്ളൂ. കൂടുതലായിട്ട് അവരുടെ ലൈഫൊക്കെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണല്ലോ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ചെയ്യുന്നതിനായി സെൽമയെ ക്ഷണിച്ചുകൊള്ളുന്നു. സെൽമ ഒന്നുമില്ലാന്ന് തോന്നുന്നു. എന്നാ ഞാൻ തന്നെ പറയാം. സൈൻ ഔട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ മെസ്സേജ് വിട്ട് വേറെ ആരെങ്കിലും പറയണമെന്നാണ്. എന്നാ ഇത്രയും നേരം നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തുന്ന ജിഷ മിസ്സിനും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ക്ലാസ്സും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ജിഷ മിസ്. അതിന് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അടുത്ത ആഴ്ച കാണാം. ബൈ. Thank you, teacher. Thank you so much. Thank you, miss. Thank you, miss. Thank you, teacher. Thank you, miss. Thank you, miss. Thank you, miss.